തൃശൂർ അതിരൂപതയിലെ കുരീച്ചിറ സെന്റ് ജോസഫ് ഇടവകയിലെ പള്ളിപ്പുറം ഡേവിസ് ജൂലി ദമ്പതികളുടെ 4 മക്കളിൽ രണ്ടാമത്തെ മകനായി 1990 സെപ്റ്റംബർ 6 ദുബായിലാണ് ജോൺസ് ജനിച്ചത്. 20-ാം നൂറ്റാണ്ടിന്റെ അന്ത്യകാലങ്ങളിൽ അരങ്ങേറിയ യുദ്ധക്കെടുതി മൂലം കുടുംബത്തിന് നാട്ടിലേക്ക് തിരിച്ചു പോരേണ്ടതായി വന്നു. 3 സഹോദരങ്ങളാണ് ജോൺസ് അച്ഛന് ഉള്ളത്. മൂത്ത സഹോദരൻ നെൽസൺ ISRO ഉദ്യോഗസ്ഥനാണ്. ഇളയ സഹോദരിമാർ മരിയ സെബി എന്നിവരാണ്. 12ാം ക്ലാസ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ജോൺസ് തന്റെ ചേട്ടൻ നെൽസന്റെ നിർദ്ദേശപ്രകാരമാണ് എഞ്ചിനീയറിംഗിന് ചേർന്നത്. പിന്നീട് പോളിടെക്നിക്, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് എന്നിവിടങ്ങളിൽ ഗസ്റ്റ് ലെക്ചറായും ജോലി ചെയ്തിരുന്നു. ISROയിലെ 3 വർഷത്തെ അപ്രന്റീസ്ഷിപ്പിന് ശേഷം വീട്ടിൽ അവധിക്കാലം ആഘോഷിക്കുമ്പോഴാണ് തന്റെ മനസ്സിൽ ദൈവവിളിയുടെ സ്വരം പ്രതിധ്വനിക്കുന്നതായി തിരിച്ചറിഞ്ഞത്. ഒരിക്കൽ മധ്യപ്രദേശിലുള്ള സാഗർ രൂപതയിലേക്ക് ഒരാളുടെ പകരക്കാരനായി 7-അംഗ സംഘത്തിന്റെ കൂടെ മിഷൻ യാത്രയിൽ പങ്കെടുത്തപ്പോഴാണ് അവിടുത്തെ സെമിനാരിയെക്കുറിച്ചും വൈദികരെക്കുറിച്ചും കൂടുതൽ അറിയുവാൻ സാധിച്ചത്. അന്ന് മാർ ആന്റണി ചിറയത്തായിരുന്നു സാഗർ രൂപത അധ്യക്ഷൻ. അന്ന് ബിഷപ്പിനെ പരിചയപ്പെടുവാൻ സാധിച്ചു. പിന്നീട് ഖത്തറിൽ ജോലിക്ക് പ്രവേശിച്ച ജോൺസിന് ശുശ്രൂഷ പൗരോഹിത്യത്തിനായുള്ള ആഗ്രഹം ഉള്ളിൽ ശക്തമായി. തന്മൂലം സാഗർ രൂപത അധ്യക്ഷനുമായി ബന്ധപ്പെട്ട് സെമിനാരിയിൽ ചേരാനുള്ള ആഗ്രഹം അറിയിച്ച ജോൺസ് ഏകദേശം 9 മാസത്തിനു ശേഷം ഖത്തറിലെ ജോലി വേണ്ടെന്ന് വെച്ച് 2017 ജൂൺ മാസത്തിൽ സാഗർ മിഷനിൽ ചേർന്നു. അങ്ങനെ തന്റെ ദൈവവിളി ആഗ്രഹ പൂർത്തീകരണമായി 2025 മെയ് 8 കുര്യച്ചിറ സെന്റ് ജോസഫ് ദേവാലയത്തിൽ വെച്ച് സാഗർ രൂപത അധ്യക്ഷൻ മാർ ജെയിംസ് അത്തിക്കളം പിതാവിൽ നിന്ന് ഡീക്കൻ ജോൺസ് പള്ളിപ്പുറം പൗരോഹിത്യം സ്വീകരിച്ചു. എഞ്ചിനീയറിംഗ് ജോലി സ്വമനസ ക്രിസ്തുവിനെ പ്രതി വേണ്ടെന്ന് വെച്ച് എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ് എന്ന് മൗനമായി സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് കേരളക്കരയിൽ നിന്ന് ഒരു വൈദികൻ കൂടി അഭിഷിക്തനായിരിക്കുന്നത് അനേകർക്ക് തങ്ങളുടെ ദൈവവിളി യാത്രയിൽ പ്രചോദനമാകട്ടെ.